ഫ്രണ്ട്സ്, നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ടൊക്കെ കഴിക്കുന്നവർ ആണോ? നമ്മൾ വല്ലപ്പോഴും ഒക്കെ കേട്ടോ ഇതൊക്കെ. പക്ഷേ അതുപോലൊരു വീഡിയോ ആണ് ഇത് കഴിഞ്ഞ ദിവസം കണ്ടത് കേട്ടോ. കണ്ടപ്പോൾ വളരെയധികം ഒരു എന്തോ പോലെ തോന്നി. എന്താണെന്ന് വെച്ചാൽ കണ്ടോ, അവരാ ഉപയോഗിച്ച ട്രേ വീണ്ടും ഉപയോഗിക്കുകയാണ് കേട്ടോ. ആ ബോക്സുകൾ വീണ്ടും കഴുകി അവിടെ അടുക്കി വെക്കുകയാണ്. എന്തിനാണ് എന്നറിയില്ല. എന്നാൽ ഇത്ര ഭദ്രമായിട്ട് കഴുകണമെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി ആവാനൊരു സാധ്യത. എന്തായാലും അപ്പോൾ അത്രയ്ക്ക് നമ്മൾ ആവശ്യമില്ല. നമ്മൾ ഒരു പ്രാവശ്യം നമുക്ക് ഒരു മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാംഗ്ലൂർ യാത്രയിൽ അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ബിരിയാണി വാങ്ങി. എൻ്റെ ഒരു ഇതിന് ബിരിയാണി വാങ്ങിയതാണ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഇവർ രാത്രിയിലത്തേക്കുള്ള ഫുഡ് നേരത്തെ കൊണ്ടുവന്ന് ഓർഡർ എടുത്തുകൊണ്ട് പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുവന്ന് തന്നിട്ട് പോകുന്നൊരു പരിപാടിയുണ്ട്. അങ്ങനെയുള്ള രീതിയിൽ ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. എന്തോ 150 രൂപ അങ്ങനത്തെ അത്രയും റേറ്റായി. അപ്പോൾ തന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രിയാണല്ലോ ഇത് തുറന്ന് നോക്കുകയുള്ളൂ. നമ്മൾ കഴിക്കുന്ന സമയത്താണല്ലോ ഇത് തുറന്നപ്പോഴത്തേക്കും ഒരു മുട്ട മാത്രമുണ്ട്. മുട്ട മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ചിക്കനൊന്നും ഇല്ല കേട്ടോ. ചിക്കൻ ബിരിയാണി അല്ല, വെജ് തന്നെയാണ് അവർ തന്നത്. അപ്പോൾ അങ്ങനെ ഒരു പറ്റിക്കലൊക്കെ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഇതൊക്കെ ഉണ്ട്. ഇനി ചിലപ്പോൾ അവർക്ക് പറയാതെ അങ്ങോട്ട് മാറിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ മാറിപ്പോകാൻ പാടില്ലല്ലോ. നമ്മൾ പൈസ അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇഡലി സാമ്പാർ എല്ലാം ആണെങ്കിൽ കണക്ക് തന്നെ കേട്ടോ. പിന്നെ ദീർഘദൂര യാത്രകളിൽ നമ്മൾ നിവർത്തികേട് കൊണ്ടൊക്കെ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതിനിടയിൽ ഫുഡേ കണക്കാണ്. അതിനിടയിൽ ഇങ്ങനത്തെ തോന്നിയവാസങ്ങൾ കൂടി കാണിക്കുമ്പോൾ ഉണ്ടല്ലോ, പല ന്യൂസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. വെള്ളം ഉപയോഗിക്കുന്നതും വൃത്തിയില്ലാത്ത പാത്രങ്ങൾ ഉപയോഗിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അതിൻ്റെ ഇടക്കാണ് ഇങ്ങനൊരു ന്യൂസ് വന്നത്. എന്നാലും ദീർഘദൂര യാത്രയിൽ ട്രെയിനിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുന്നത് നമ്മൾ രണ്ടും കൽപ്പിച്ച് വേണം കഴിക്കാൻ. ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ. എന്തായാലും ഇത് വീഡിയോ പിടിച്ചിട്ടയാൾ കൊള്ളാം. എന്നാലും ഒരു വീഡിയോ എടുത്ത് കണ്ടില്ല എന്തോ കേട്ടോ. അവർ പ്രശ്നമാവും കേട്ടോ, പ്രശ്നമാവും. നമ്മളിപ്പോൾ തെറ്റ് നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ തെറ്റ് കണ്ടാലും നമ്മൾ മിണ്ടാതിരിക്കണമല്ലോ. അതാണല്ലോ ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ. തെറ്റ് കണ്ടാലും നമ്മൾ മിണ്ടാതിരിക്കണം എന്നുള്ളതാണ് ഒരു പോളിസി. അപ്പോൾ ഇതൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് തോന്നി കേട്ടോ. നമുക്കൊക്കെ തന്നതൊക്കെ എങ്ങനെയുള്ളതൊക്കെയാണെന്ന് ദൈവത്തിനറിയാം. ഈ ചിക്കൻ ബിരിയാണി പല പ്രാവശ്യം നമ്മൾ പഴംപൊരിയൊക്കെ വാങ്ങിയിട്ടുണ്ടോ? പഴംപൊരിക്കൊക്കെ ഡബിള് വിലയാണ് ഫ്രണ്ട്സ് എടുക്കുന്നത്. ഡബിള് വിലയാണ്. 3 പഴംപൊരി നമ്മൾ കഴിഞ്ഞ ദിവസം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ വാങ്ങിയിട്ട് 3 പഴംപൊരി 3 ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്താണ് ഭയങ്കര നല്ല റേറ്റാണ് കേട്ടോ എടുക്കുന്നത്. നല്ല റേറ്റാണ് എടുക്കുന്നത്. 50 രൂപയെന്ന് തോന്നുന്നു കേട്ടോ. 100 രൂപയല്ല, 50 രൂപ. 3 പഴംപൊരി 50 രൂപ. 50 അല്ല 100 കൊടുത്തെങ്കിലും വൃത്തിയുള്ള ഭക്ഷണം തന്നാൽ അത്രയും നല്ലത്, അത്രയും ഒരു ഉപകാരം ഇതല്ലേ ഫ്രണ്ട്സ്. 50 രൂപയ്ക്ക് പോട്ടെ, 100 രൂപ കൊടുത്താലോ അത്യാവശ്യം വൃത്തിയുള്ള ഭക്ഷണം തരണേ ഉള്ളൂ. ഇങ്ങനെ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഇതൊന്നും അനുവദിച്ച് കൊടുക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.